ഒരു കുടുംബത്തിലെല്ലാവരും കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെയും മുകേഷിൻ്റെയും കുടുംബമായിട്ട് വളരെ എന്താ പറയുക സാദൃശ്യങ്ങളുണ്ട്. കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നാടകത്തിൻ്റെ ചോറുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത്, നൃത്തത്തിൻ്റെയും. കാരണം അമ്മ നല്ല ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറും ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജയശ്രീ ചേച്ചിയും സന്ധി ചേച്ചിയും അമ്മ കുറച്ച് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എറണാകുളത്ത് ഒരു ഷൂട്ടിങ്ങിൽ രാത്രി മഴയത്താണ് ഷൂട്ട്. വൈകിട്ട് 6 മണി, വെളുപ്പിനെ 6 മണി. ഞാനതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ രാത്രി അങ്ങനെ ഇത്രയും നേരം വെളുക്കുന്നവരെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒച്ചയടപ്പം പനിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും മുകേഷ് ചേട്ടൻ ഇരിക്കുന്ന ഒരു കാര്യത്തിന് മുകേഷ് ചേട്ടൻ അറിയാം, സിനിമയുടെ ഷൂട്ടിങ്ങും ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അതുകൊണ്ട് വെറുതെ വിളിച്ച് ഒരു കാര്യത്തിന് ശല്യം ചെയ്യാറില്ല. അപ്പോൾ മുകേഷ് ചേട്ടൻ വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ, കാരണം ഞാൻ കൊച്ചിലേ മുതലേ വിചാരിച്ചിരുന്നു എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു സംഗതി തുടങ്ങണമെന്ന്. ഞാൻ മുൻപൊരിക്കൽ ചവറയിലൊരു ചടങ്ങിൽ വെച്ച് ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയും ചെയ്തു. പക്ഷേ എന്തോ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോക്കി നടത്താനോ അല്ലെങ്കിൽ അതുപോലൊന്നും ചെയ്യാനോ കഴിഞ്ഞില്ല. അപ്പോൾ മുകേഷ് ചേട്ടൻ എല്ലാ മേഖലയിലും, നാടകം, സിനിമ, ഇതുപോലത്തെ രാഷ്ട്രീയം, എല്ലാ മേഖലയിലും മികവ് തെളിയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെല്ലാവരും ഇന്നും നാടകവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ടും പിന്നെ കൊല്ലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം എന്നുള്ളതുകൊണ്ടും ഇത് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കാരണം നാടകക്കാരെ, പഴയ കലാകാരന്മാർക്ക് എന്താ പറയുക, വലിയ കഷ്ടപ്പാടാണ് ജീവിതം. ഇപ്പോഴും സാമ്പത്തികം അല്ലെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായി പറ്റാറില്ല. പക്ഷേ എൻ്റെ അച്ഛനും മാധവമാവനും ഒക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുടുംബത്തിലുള്ളവരെയും ആ കലയുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഒരു നഷ്ടബോധം നമുക്ക് തോന്നിയിട്ടില്ല. പല പല സ്ഥലങ്ങളിൽ മാറി മാറി സ്ഥിരം വേദി നാടകത്തിന് വേണ്ടി അതിനുവേണ്ടി പോവും. അപ്പോഴും നമുക്ക് തോന്നിയിരുന്നില്ല, കുടുംബമായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നതൊക്കെ. സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പോഴൊക്കെ ഒരുപാട് പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. എനിക്കറിയാവുന്നവരുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, വളരെ സൗകര്യമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ മുകേഷ് ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പം എന്നെ അറിയാവുന്നവരുടെ കൂടെയാണല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. ഞാൻ എന്ത് പറയും, എന്ത് പറയില്ല, എങ്ങനെ പെരുമാറും, എന്നെക്കുറിച്ചൊരു ആരെങ്കിലും എന്ത് പറഞ്ഞാൽ മുകേഷ് അങ്ങനെ പെരുമാറുമേ, അതിന് അങ്ങനെ സാധ്യതയില്ല എന്ന് പറയാൻ എന്നെ പൂർണ്ണമായി അറിഞ്ഞവരായിരിക്കണമല്ലോ. അപ്പോൾ ഇപ്പോഴും ഒരു പടം ചെയ്യുമ്പോൾ ആ പടം ഞാൻ ആദ്യം കമ്മിറ്റ് ചെയ്തതിൻ്റെ ഒറ്റ കാരണം മുകേഷ് ചേട്ടനാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നുള്ളതാണ്. ആ ഒരു സ്വാതന്ത്ര്യം, വിശ്വാസം, നമ്മളെ കൂടെ നന്നാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മുകേഷ് ചേട്ടൻ നടത്തും. അപ്പോൾ അതിപ്പം ചിങ്ങം കഴിയുന്നതിന് മുമ്പ് ആ പടത്തിൻ്റെ പൂജയുണ്ട്. എറണാകുളത്ത് ചോറ്റാനിക്കര വെച്ചാണ് ആ പടത്തിൻ്റെ പൂജ. അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരിയിലാണ് വലിയൊരു ഷെഡ്യൂള്. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. ആ പടത്തിൻ്റെ ആ ഷെഡ്യൂൾ വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. കാരണം തമാശകൾ നിറഞ്ഞൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ മുകേഷ് ചേട്ടന് സാധിക്കും. മുകേഷ് ചേട്ടൻ ഒരാളിന് നേരെ മുഖത്തോക്കി കളിയാക്കിയാലും ചിരിക്കാനല്ല ഒന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ല. അത്ര രസകരമായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത പടങ്ങളിൽ എന്തെല്ലാം ഓർമ്മകൾ. എന്നെ സ്ഥിരം കള്ളക്കഥ പറഞ്ഞ് പറ്റിക്കുന്ന ഒരാളാണ് മുകേഷ് ചേട്ടൻ. അപ്പോൾ അത് ആ എത്ര പറ്റിയാലും പിന്നെയും ഞാൻ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴത്തെ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ അപ്പം ഭയങ്കര ദേഷ്യം വരും. ഇപ്പോഴും ഞാൻ പറ്റിപ്പോയല്ലോ, അയ്യോ ഇനി ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. പിന്നെയും അടുത്ത പ്രാവശ്യം പിറ്റേന്ന് രാവിലെ ഒരു കള്ളം പറയും, അത് ഞാൻ വിശ്വസിക്കും. പിന്നെ വിചാരിക്കില്ല, വേണ്ട. ഇത് പാട്ടൊക്കെ എഴുതി, സിനിമയിലെ പാട്ട് സ്വന്തമായിട്ട് പാടി എഴുതിച്ച പാട്ട് മുകേഷ് ചേട്ടൻ എഴുതി ട്യൂൺ ചെയ്താണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടി കയറി പോകുന്നു, എറണാകുളത്തോട്ട് ആ പാട്ട് കേൾക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ മുകേഷ് ചേട്ടൻ്റെ പാട്ട് അതിനിടയ്ക്ക് റെഡി വന്നോ? അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ ഒരു ജോർജ് സാറിൻ്റെ പടത്തിലെ പാട്ടാണ് ചേച്ചി ദിനരാത്രങ്ങളിൽ നോക്കട്ടെ, ഇനി കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പറ്റിക്കണം, ഇത് ശരിയാവത്തില്ല, ഒരാളിങ്ങനെ നിരന്തരമായിട്ട് ഒരാളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എല്ലാം പറഞ്ഞു. അടുത്ത പ്രാവശ്യം വീണ്ടും സെറ്റ് വരുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അന്ന് തന്നെ പറ്റിക്കും. അപ്പം ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ രസകരമായ ഓർമ്മകൾ. ഇവിടെ ഈ വേദിയിൽ നിന്നിരിക്കുന്ന എല്ലാവരും എന്നെക്കാൾ എത്രയോ കഴിവിൽ വളരെ മുകളിലാണ്.
ലീലാൻറ്റിയുടെ കാര്യമൊക്കെ എൻ്റെ അമ്മ പറയും. ലീലാൻറ്റിയുടെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ എൻ്റെ അന്വേഷണം പ്രത്യേകം പറയണേ, വലിയ കലാകാരിയാണ്. പിന്നെ വിജയമ്മ, എൻ്റെ അമ്മയും വിജയമ്മയും എനിക്ക് ഒരുപോലെ തോന്നും. കാരണം നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ്. പണ്ട് ഒരു പഴയ പടം വന്നപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ അത് വിജയം ചേച്ചി ഉണ്ട്, നല്ല ആർട്ടിസ്റ്റ്, അടൂർ ഭാസിയുടെ പേരായിട്ടാണ് വരുന്നത്. ഞാൻ മറന്നിട്ടേ ഇല്ല. ബാസിയമ്മാൻ്റെ പടം കണ്ടാൽ നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു പോകും. കാരണം അദ്ദേഹം ഇത്ര കോമഡിയിലെ ആളായിരുന്നു. പക്ഷെ നമ്മൾ വിജയമ്മയെ മാത്രമേ നോക്കുള്ളൂ ആ കോമ്പിനേഷനിൽ. അവ അത്രയും നല്ല ആർട്ടിസ്റ്റ്. വിജയമ്മ വന്നിട്ടില്ലേ? ഇരിക്കുന്ന അമ്മ. അമ്മ ഞാൻ അവിടെയൊക്കെ നോക്കി, അമ്മയെ കണ്ടില്ല ഞാൻ. അപ്പോൾ കുടുംബത്തിലെ എല്ലാവർക്കും, ഇപ്പോൾ ദിവ്യദർശിനി അടുത്ത സമയത്ത് എന്നെ വിളിച്ചിരുന്നു, ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു ചേച്ചി അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കുടുംബത്തിലെ എല്ലാവരുമായിട്ടും സഹകരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്, കൂടുതൽ പറയുന്നില്ല. മുകേഷ് ചേട്ടൻ്റെ എന്താ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേദിയിലെ നാടകത്തിൻ്റെ അതൊക്കെ കണ്ടിരിക്കണമെന്നുണ്ട്. പക്ഷേ നിർവാഹമില്ല. ഇന്ന് തന്നെ പോകണം, രാത്രി എറണാകുളത്ത് ഷൂട്ടിങ്ങാണ്. അപ്പോൾ എന്തായാലും 10:30 മണിക്ക് ശേഷമേ റോഡ് പെർമിഷനുള്ളൂ. അങ്ങോട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പം വേഗം പോയെന്നിരിക്കും. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എൻ്റെ നാട്ടുകാരായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാലത്തും ഇവിടെ വരുമ്പോൾ ഇതെൻ്റെ മണ്ണാണ്, ഞാനിവിടെ വരുന്നതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ബന്ധുക്കളുടെ അടുത്ത് ഓടിയെത്തുന്ന പോലെയാണ്. അതുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.